ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാരികൾ ഇവർക്കൊക്കെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കാന്നറിയാം. എന്നാൽ ചെറിയൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് നല്ലൊരു മുത്തശ്ശി കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. തല പുകച്ച് ആലോചിച്ച് ഭയങ്കര ത്രില്ലടിച്ച് കാണേണ്ട ഒരു സിനിമയൊന്നും അല്ല കേട്ടോ, ഒരു മായാലോകം. ഞാൻ എടുക്ക് പറയില്ലേ കഥകളുടെ മായാലോകം എന്നൊക്കെ. സോ അതുപോലെ കഥകളുടെ ഒരു മായാലോകം, അങ്ങനെ ഒരു ലോകത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. എന്നാൽ പിന്നെ അഗെയിൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ പാതി തകർന്ന ഒരു പഴയ വലിയ കോട്ട കാണിക്കുകയാണ്. ആ കോട്ടയുടെ മുകൾ ഭാഗത്തെ ഒരു ഹാളില് ഒരുപാടധികം പൂമ്പാറ്റകൾ ചത്തു കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതോ ഒരു ദുഷ്ടയായിട്ടുള്ള മന്ത്രവാദി അവളുടെ ഫോട്ടോ അടിച്ച് ഒരുപാടധികം വാണ്ടഡ് നോട്ടീസുകളും അവിടെ വീണ് കിടക്കുന്നുണ്ട്. ആ സ്ഥലം കണ്ടാലറിയാം എന്തോ ശക്തമായ ഒരു പോരാട്ടം നടന്നിട്ടുണ്ട് അവിടെ. അതിൽ ആരോ ഒരാൾ തോറ്റിട്ടുണ്ട്. അയാളുടെ തൊപ്പിതാ അവിടെ കിടക്കുന്നത് കണ്ടോ? ആ തൊപ്പി കണ്ടാൽ തന്നെ അറിയാം അതൊരു മന്ത്രവാദിയുടെ തൊപ്പിയാണെന്ന്. ഇതേ നേരത്തെ തന്നെ ഒരു സ്ത്രീയുടെ ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട്. ആ ദുഷ്ടയായിട്ടുള്ള മന്ത്രവാദിയെ ഞാൻ കൊന്നു കളഞ്ഞു എന്ന്. ഇതേ നേരം തന്നെ പറക്കുന്ന ചിറകുകളുള്ള കുരങ്ങന്മാരുണ്ടല്ലോ, ഇവന്മാർ ആ കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പാറി പറന്നു പോവാണ്. അവിടുത്തെ ആ ഒരു ചില്ലെല്ലാം തകർത്തുകൊണ്ട്. അതോടെ ആ ഒരു നാട്ടുകാർ മുഴുവനും ഈ ഒരു വാർത്ത അറിയാണ്, ദുഷ്ടയായിട്ടുള്ള ആ ഒരു മന്ത്രവാദി മരിച്ചു കഴിഞ്ഞു, നമ്മളെല്ലാം ഇനി സ്വതന്ത്രരാണ്, ഫ്രീ ആണ്, സ്വൈര്യമായിട്ട് ജീവിക്കാം. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഗ്രാമത്തിന്റെ പല ഭാഗത്തായി ഒട്ടിച്ചു വെച്ച മന്ത്രവാദിയുടെ ഒരു വാണ്ടഡ് പോസ്റ്റർ ഇതെല്ലാം കീറിക്കളയാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ഈ സമയത്താണ് ആകാശത്തിൽ നിന്നും ചെറിയൊരു വെളിച്ചം ഇവർ കാണുന്നത്. എല്ലാവരും അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഈ നേരത്ത് ആകാശത്തിൽ നിന്നും ആ വെളിച്ചം പതിയെ പതിയെ താഴേക്ക് വരുന്നുണ്ട്. അതൊരു വെളിച്ചമായിരുന്നില്ല, ഒരു കുമിളയായിരുന്നു. അതിനുള്ളിൽ അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവൾ താഴേക്ക് പതിയെ ഇറങ്ങി വരികയാണ്. അവളുടെ കയ്യിൽ ഒരു മാന്ത്രിക വടി ഉണ്ടായിരുന്നു. ആ വടി കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നീട് ആ വടി വെച്ച് ആ കുമിള അവൾ പൊട്ടിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോട് കൂടി അവളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് ആ പെൺകുട്ടി പറയാണ്, എന്റെ പേര് ഗ്ലിൻഡ, ഞാൻ ആ മന്ത്രവാദിയെ കൊന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഈ രാജ്യത്തിൽ സ്വൈര്യമായിട്ട് ജീവിക്കാം. എന്തായാലും ഇത് കേട്ട നാട്ടുകാരെ ഇതങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങാണ്. ഇതേ നേരം തന്നെ ഗ്ലിൻഡ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവരുടെ ആ ഒരു ആഘോഷത്തിൽ അവളും പങ്കെടുക്കുകയാണ്. ഇതേ നേരം ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി അവളോട് ചോദിക്കുകയാണ്, ചേച്ചി ഈ മന്ത്രവാദി അവള് ശരിയാ ആരാണ്? അവൾ എവിടുന്നാ വരുന്നത്? അവൾ എന്താ ഇങ്ങനെ ഒരു ദുഷ്ടയാവാൻ കാരണം? ഇപ്പൊ ഗ്ലിൻഡ പറയാണ്, നിങ്ങൾക്ക് അവളുടെ കഥ കേൾക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു കഥ പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അങ്ങ് ദൂരെ ഒരു രാജ്യത്ത് ഒരു രാജാവും രാജ്ഞിയും ഉണ്ടായിരുന്നു. രാജാവ് എന്തോ അത്യാവശ്യ ജോലിക്കായിട്ട് കൊട്ടാരത്തിൽ നിന്നും പോയ സമയം നോക്കി ഈ രാജ്ഞി ഒരാളെ കൊട്ടാരത്തിൽ വിളിച്ചു കയറ്റുകയാണ്. രാജാവില്ലാത്ത സമയം നോക്കി രാജാവിനെ ചതിച്ച് ഇവർ രണ്ടുപേരും അവിടെ ആർത്തുല്ലസിക്കുകയാണ്. അയാളൊരു മാജിക്കാരനായിരുന്നു. എന്നാൽ പാവൻ രാജാവ് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അധികം വൈകാതെ തന്നെ രാജ്ഞി ഗർഭിണിയാവുകയാണ്. കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ അവർ പ്രസവിക്കാനായിട്ടുണ്ട്. അപ്പൊ ആ പ്രസവം എടുക്കാനായിട്ട് വന്നിരിക്കുന്നത് ഒരു കരടിയും അതുപോലെ തന്നെ ഒരു ചെന്നായിയാണ്. ആ കാലത്ത് മൃഗങ്ങളെല്ലാം നമ്മൾ മനുഷ്യരുടെ കൂടെ ഒരുപോലെ തന്നെ ജീവിക്കും, നമ്മുടെ കൂടെ സംസാരിക്കും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അവരും ചെയ്യും. അങ്ങനെ അവസാനം രാജ്ഞി ഇപ്പോൾ പ്രസവിച്ചിരിക്കുകയാണ്. എന്നാൽ കുഞ്ഞ് അല്പം വ്യത്യസ്തമായിട്ടാണ് ഉണ്ടായിരുന്നത്. അവളുടെ നിറം പൂർണ്ണമായിട്ടും പച്ച നിറമാണ്. ആ കുഞ്ഞിനെ കണ്ടപാടിനെ രാജാവിനൊരു കാര്യം മനസ്സിലായി, ഇതെന്റെ കുഞ്ഞല്ല. ആ സമയത്ത് പ്രസവെടുത്ത് ആ ഒരു കരടി പാട്ട് പാടുന്നുണ്ട്, രാജാ രാജാ മുഞ്ചിയല്ല രാജ. ഇത് കേട്ട രാജാവുക്ക് കോപം കനലായി എരിയത്. എന്തായാലും അപ്പൊ തന്നെ കുഞ്ഞുമായിട്ട് കരടി പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് ആ ഒരു കുഞ്ഞ് നമ്മുടെ കരടിയെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കരടി പറയണത്, നീ പേടിക്കുന്നു വേണ്ട, നിന്നെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. അതുപോലെ ആ സമയത്ത് കുഞ്ഞൊരു കരച്ചിൽ കരയുന്നുണ്ട്. ആ കരച്ചില് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ മേലോട്ട് തെറിച്ചു പോവാണ്. അതായത് ജനിച്ച പാട് തന്നെ എന്തൊക്കെയോ ചില ശക്തികളുള്ള കുട്ടിയാണിത്. എന്തായാലും രാജാവിന് അവളോട് തീരെ ഇഷ്ടമില്ല കേട്ടോ. എന്തായാലും ആ കുഞ്ഞിന്റെ പേരാണ് എൽഫബ. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾക്കൊരു അനിയത്തി കൂടെ ഉണ്ടാവുകയാണ്. അവളുടെ പേര് നെസറോസ് എന്നാണ്. പക്ഷേ നെസറോസിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അവൾക്ക് നടക്കാൻ കഴിയില്ല, വീൽ ചെയറിലാണ്. പക്ഷേ തന്റെ അനിയത്തിയെ എൽഫബയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അനിയത്തിക്ക് വേണ്ടി അവൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട്, ഓസ് ദ ഗ്രേറ്റ്. അങ്ങനെ ഒരു മന്ത്രവാദിയുണ്ട്. ആ മന്ത്രവാദിയുടെ മായാജാല കഥകൾ. അതുപോലെ ലൈഫിൽ ഒരു തവണയെങ്കിലും ഓസ് ദ ഗ്രേറ്റ് എന്ന ഒരു മന്ത്രവാദിയെ നേരിട്ട് കാണണം എന്നൊക്കെയാണ് എൽഫബയുടെ ആഗ്രഹം. അവൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കഥയെല്ലാം അവളുടെ അനിയത്തിയായിട്ടുള്ള നെസറോസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതേ നേരത്താണ് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വാളി പിള്ളേര് വന്നിട്ട് എൽഫബയെ കളിയാക്കുന്നത്. അതായത് അവളെ കാണാൻ ഒരു വ്യത്യസ്ത ലുക്കാണല്ലോ. ഇത് കണ്ട് പേടിച്ചു പോയ നമ്മുടെ നെസറോസ് കാര്യമാണ് കേട്ടോ. അപ്പൊ തന്നെ എൽഫബ അവിടെ ഉണ്ടായിരുന്ന കല്ലുകൾ അവളുടെ ശക്തി കൊണ്ട് ഉപയോഗിച്ച് മര്യാദക്ക് ഇവിടുന്ന് ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിന്റെയും നേരെ കല്ലയക്കുകയാണ്. പിള്ളേരൊക്കെ അവിടുന്ന് പേടിച്ചോടി. പക്ഷെ ആ സമയത്താണ് രാജാവ് അങ്ങോട്ടേക്ക് വരുന്നത്. രാജാവ് വന്ന് നോക്കുമ്പോൾ ഇളയ മകളായിട്ടുള്ള നെസറോസ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ട് അങ്ങോട്ടേക്ക് വന്ന രാജാവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഒരു കാര്യമില്ലാതെ എൽഫബയെ, പാവ എൽഫബയെ ഒരുപാട് ചീത്ത പറഞ്ഞു. അവൾക്ക് ഒരുപാട് സങ്കടമായി. എൽഫബയുടെ ബാല്യകാലം അങ്ങനെയാണ്, ഒരുപാട് സങ്കടങ്ങളൊക്കെ ആയിട്ട് അവൾക്ക് അധികം സന്തോഷിക്കാനൊന്നും കഴിഞ്ഞില്ല. ഈ കഥകളൊക്കെ ഗ്ലിൻഡ എന്ന ആ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ആ ഗ്രാമവാസികൾക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും എനിക്ക് പോവാൻ നേരായി, ഇനി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ വന്നതുപോലെയുള്ള ഒരു കുമിള അവൾ വീണ്ടും ഉണ്ടാക്കുകയാണ്. ആ കുമിളയും സ്റ്റാർട്ടാക്കി പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടി വന്നിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, ചേച്ചി പോലെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ ഗ്ലിൻഡ എന്താക്കി, ആ കുമിള പൊട്ടിച്ച് ചോദിക്കുമോളെ, എന്താണ് നിനക്ക് അറിയേണ്ടത്? അല്ല ചേച്ചി, ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ ആ ഒരു മന്ത്രവാദി ഉണ്ടല്ലോ എൽഫബ, ആര് കണ്ടാലും ഭയന്നു പോകുന്ന ആ മന്ത്രവാദി ഒരു നാൾ നിങ്ങളുടെ വലിയ സുഹൃത്തായിരുന്നു എന്ന്, അത് സത്യമാണ് എന്ന് ചോദിച്ചു
ചോദിച്ചപ്പോൾ ഗ്ലിൻഡ ആ കുഞ്ഞിനെ നോക്കി ഒന്ന് ചിരിച്ച് അത് സത്യമായിരുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. പോകുന്ന സമയത്ത് ഗ്ലിൻഡ അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള എൽഫബയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആദ്യമായിട്ട് എൽഫബയെ ഗ്ലിൻഡ കണ്ട ആ ദിവസം അത് ആ സ്കൂളിൽ വെച്ചായിരുന്നു. അതൊരു സാധാരണ സ്കൂളല്ല, ഈ മാജിക് എല്ലാം പഠിക്കാൻ വരുന്ന അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാജിക്കൽ സ്കൂൾ. അതിമനോഹരമായ ഒരു മായാ ലോകം തന്നെയായിരുന്നു ആ ഒരു സ്കൂൾ. പല നാട്ടിലെയും രാജാക്കന്മാരുടെ ഭയങ്കര പൈസക്കാരായിട്ടുള്ള ആൾക്കാരുടെ മക്കൾ മാത്രമാണ് ഇവിടെ പഠിക്കാൻ വരിക കേട്ടോ. പുതുതായിട്ട് അവിടെ പഠിക്കാൻ വന്ന ഒരുപാട് കുട്ടികൾ അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ ഗ്ലിൻഡ ഉണ്ടായിരുന്നു. അവൾ അവിടെ വന്ന പാട് തന്നെ ഒരു പയ്യൻ അവളെ കണ്ടു, അവളെ വല്ലാതെ ഇഷ്ടമായി. ബോക്ക് എന്നാണ് അവന്റെ പേര്. അവൻ നേരെ ഇപ്പൊ ഗ്ലിൻഡയുടെ അടുത്തേക്ക് ചെന്നിട്ട് നമുക്ക് കോഫി ഹൗസിൽ പോയിട്ട് ഒരു ഷവർമ കഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗ്ലിൻഡ പറയുന്നത് അയ്യോ ഞാൻ വെജിറ്റബിൾസ് മാത്രമേ കഴിക്കാറുള്ളൂ. സത്യത്തിൽ ഗ്ലിൻഡയ്ക്ക് ഈ ബോക്കിനെ അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അവന്റെ ആ ഒരു ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങും അതൊന്നും അവളെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലായിരുന്നില്ല. അതുകൊണ്ട് നൈസായിട്ട് അവൻ അങ്ങോട്ട് ഒഴിവാക്കിയതാണ്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ പിള്ളേരും എന്തോ ഒന്ന് കണ്ട് ഞെട്ടി അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഗ്ലിൻഡയും അത് കണ്ട് ഞെട്ടുകയാണ്. നോക്കുമ്പോൾ ആരാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? നമ്മുടെ എൽഫബയാണ്. എല്ലാ കുട്ടികളെയും പോലെ തന്നെ ഇങ്ങോട്ടേക്ക് പഠിക്കാനായിട്ട് അവളും വന്നിട്ടുണ്ട്. എന്നാൽ അവളുടെ ആ ഒരു പച്ച നിറം കണ്ട് എല്ലാവരും ആദ്യമായിട്ട് കാണുന്നതല്ലേ, ഒന്നും ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ ഗ്ലിൻഡയും ഞെട്ടിപ്പോയി. അപ്പൊ ഗ്ലിൻഡയോട് എൽഫബ് ചോദിക്കുന്നുണ്ട് അല്ല എന്താ പറ്റിയത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഗ്ലിൻഡ ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. എന്നാൽ കാര്യം എന്താണെന്ന് എൽഫബിക്ക് നന്നായിട്ട് അറിയാം. അവള് പറയാണ് ഞാൻ എന്തെങ്കിലും അസുഖം കാരണം ഒന്നിങ്ങനെ ആയിപ്പോയതല്ല, ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്കായിട്ട് ഇതിൽ യാതൊരു മാറ്റവും കൊണ്ടുവരാൻ കഴിയില്ല. ഇപ്പൊ അവളുടെ അടുത്തേക്ക് ചെന്ന ഗ്ലിൻഡ പറയണേ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോവാന്ന് പറയാണ്. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് എൽഫബയുടെ ഫാദർ ആ രാജാവ് വരുന്നത്. കൂടെ തന്നെ വീൽ ചെയറിൽ നെസറോസ് ഉണ്ടായിരുന്നു. രണ്ടുപേരെയും ഒരേ ദിവസമാണ് ഇങ്ങോട്ടേക്ക് ചേർത്താൻ വന്നിരിക്കുന്നത്. നെസറോസിനായിട്ട് രാജാവ് നല്ലൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അവളുടെ അമ്മ കൊടുത്ത നല്ല തിളക്കുള്ള 2 ചെരുപ്പുകൾ. എന്നാൽ എൽഫബയ്ക്കോ ഒന്നും കൊടുത്തില്ല. എന്തിനു പറയണം, നല്ല രീതിയിൽ ഒന്ന് സംസാരിക്കുന്നവരെയില്ല. പക്ഷേ നെസറോസിനെ ആണെങ്കിൽ അങ്ങനെ ഒലിപ്പിച്ച് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവളോട് പോകാനും പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ആൽഫബയോട് അച്ഛൻ പറയുന്നുണ്ട് അവളുടെ കാര്യമൊക്കെ നോക്കിക്കോണം കേട്ടോ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകണം. ഒരു വൃത്തികെട്ട തന്ത. അല്ല രാജാവിനും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇത് മൂപ്പരുടെ പ്രൊഡക്റ്റ് അല്ലല്ലോ. എന്തായാലും നമ്മുടെ എൽഫബ ഉള്ളിലേക്ക് വരികയാണ്. അവൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഓസ് ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ ഒരു മന്ത്രവാദി ഉണ്ടല്ലോ, ആ മന്ത്രവാദിയെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ എഴുതി ഒരുപാട് കൽവെട്ടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതെല്ലാം നോക്കി നിൽക്കുകയാണ്. മാത്രമല്ല അവിടെ ഇവരെ പഠിപ്പിക്കാനുള്ള പ്രൊഫസർമാരൊക്കെ ഉണ്ട് കേട്ടോ. ഒരാടും ഒരു കൊക്കും. അവരുടെ പേര് പറയാൻ വിട്ടുപോയി. ടീച്ചറുടെ പേര് പ്രൊഫസർ കൊക്കമ്മ ദേവിയും അതുപോലെ തന്നെ സാറിന്റെ പേര് പ്രൊഫസർ ആടുണ്ണാനും. പിന്നീട് ആ സ്കൂളിലെ പ്രധാനിയായിട്ടുള്ള ടീച്ചർ വരുന്നുണ്ട് കേട്ടോ. അവരുടെ പേരാണ് മാഡം മൊറിബിൾ. മാഡം മൊറിബിൾ അവരോട് എല്ലാവർക്കും ഭയങ്കര റെസ്പെക്ട് ആണ് കേട്ടോ. അവര് കണ്ടപാട് തന്നെ നമ്മുടെ ഗ്ലിൻഡ ഓടി ചെന്നിട്ട് മൊറിബിളിനോട് പറയാണ് മാഡം എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിങ്ങളുടെ ഫാനാണ്. എല്ലാ തവണയും ഓരോ സ്റ്റുഡന്റിനെയും സെലക്ട് ചെയ്തിട്ട് അവരുടെ കൂടെ മാഡം ഓരോ പ്രൊജക്ടുകൾ ചെയ്യാറുണ്ട് എന്ന് എനിക്കറിയാം. ഇത്തവണ എനിക്ക് മാഡത്തിന്റെ കൂടെ വരണം എന്ന് പറയണം. എന്നാൽ ഇതേ സമയത്ത് തന്നെ കർക്കശക്കാരിയായിട്ടുള്ള മാഡം മൊറിബിൾ പറയണം അങ്ങനെ എല്ലാവരും ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേക കഴിവുണ്ടാവണം, അവരത്രയും ടാലന്റഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഞാൻ അവരെ കൂടെ കൂട്ടുകയുള്ളൂ. ഇത് പറഞ്ഞ് അവരവിടുന്ന് ധൃതിയിൽ പോവാണ്. ഇതേ സമയത്തിന് കാലിന് വയ്യാത്ത നമ്മുടെ എൽഫബയുടെ അനിയത്തി ഉണ്ടല്ലോ നെസറോസ്, അവളുടെ അടുത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ടീച്ചർ വരുന്നുണ്ട് കേട്ടോ. വലിയ ഏതോ രാജാവിന്റെ മോളായതുകൊണ്ട് തന്നെ ടീച്ചർ പ്രത്യേക ഒരു പരിഗണന നെസറോസിന് കൊടുക്കുന്നുണ്ട്. അവളോട് ഭയങ്കര ഇഷ്ടത്തിലൊക്കെ സംസാരിക്കുകയാണ്. എന്നാൽ നെസറോസിന് അത് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. ഓവർ പരിഗണന ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് എൽഫബ വരുന്നുണ്ട്. എന്നാൽ എൽഫബയെ വലിയ മൈൻഡ് ആക്കാതെ ആ ടീച്ചർ നെസറോസിനെ അവിടുന്ന് കൊണ്ടുപോകണം, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട്. എന്നാൽ അവൾക്ക് അത് ഒട്ടും ഇഷ്ടാവുന്നില്ല. പോത്തള്ളച്ചി വിടുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ അവരവിടുന്ന് കൊണ്ടുപോകണം. ഇത് കണ്ട എൽഫബ അവളുടെ 2 കൈ നീട്ടി നിൽക്കവിടെ, അവളെ കൊണ്ടുപോകില്ലേ എന്ന് പറഞ്ഞാണ്. അതോട് കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓരോ വസ്തുക്കളും മുകളിലേക്ക് ഒരൊറ്റ പൊന്തലാണ്. എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കൂട്ടത്തിൽ നെസറോസും അവളുടെ ഒരു വീൽ ചെയർ മുകളിലേക്ക് തെറിച്ചു പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ താഴേക്ക് സേഫ് ആയിട്ട് തന്നെ വന്ന് വീഴുകയാണ്. ഇത് കണ്ട പിള്ളേരെല്ലാവരും ആകെ അത്ഭുതപ്പെട്ട് എല്ലാവരും ഇപ്പൊ നമ്മുടെ എൽഫബയെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇവരുടെ മാഡം മൊറിബിൾ വരികയാണ്. മാഡം മൊറിബിൾ പറയാണ് ആരും പേടിക്കേണ്ട, ഇത് ചെയ്തത് ഞാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യകളാണ് ഇവിടെ നിന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഗോ ടു യുവർ ക്ലാസ്സസ്. അത് കേൾക്കുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിക്കും. എന്തായാലും പിള്ളേർ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ എൽഫബയും കൂട്ടിയിട്ട് ഈ മാഡം ഉണ്ടല്ലോ നേരെ അവരുടെ ഓഫീസിലേക്ക് പോകാൻ നേരത്ത് പല കാര്യങ്ങളും അവളോട് പറയുന്നുണ്ട്. മോളെ നിന്റെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്, നമുക്കതെല്ലാം പുറത്തെടുക്കണം. എന്നാൽ എൽഫബ പറയണ എന്നെ കൊണ്ട് അതിനൊന്നും നടക്കും തോന്നില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന എന്റെ അനിയത്തിയെ നോക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ അത് കേട്ട ഈ മാഡം മൊറിബിൾ പറയണ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക കഴിവുണ്ട്, ഈ കഴിവ് വെച്ച് നീ മുന്നോട്ടേക്ക് പോവാണെങ്കിലുണ്ടല്ലോ ഓസ് ദ ഗ്രേറ്റ് ആ ഒരു മന്ത്രവാദിയെ പോയി കാണാൻ പറ്റും, അതൊക്കെ വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ. എന്നാൽ എൽഫബ പറയാണ് മാഡം സത്യം പറഞ്ഞാൽ എന്റെ ഉള്ളിൽ എന്തൊക്കെയോ കഴിവുകളുണ്ട്, പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാനൊന്നും എനിക്കറിയില്ല. ആ കാര്യങ്ങളാണ് ഇവിടെ വെച്ച് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോകുന്നത്, നീ പേടിക്കണ്ട, നമുക്കെല്ലാം ശരിയാകാം. തൽക്കാലം ഇപ്പൊ നിന്റെ റൂമിലേക്ക് പോയിക്കോന്ന് പറയണം. അങ്ങനെ ആൽഫബ നേരെ അവൾക്ക് കൊടുത്ത ആ റൂമിലേക്ക് പോകുന്നുണ്ട്. പോയി നോക്കുമ്പോൾ അവിടെ തന്നെയാണ് ഗ്ലിൻഡയും ഉണ്ടായിരുന്നത്. അവളാണെങ്കിൽ അവളുടെ സാധനം മുഴുവൻ ആ റൂമിൽ അങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ്. പാവം നമ്മുടെ എൽഫബയ്ക്കാണെങ്കിൽ ഒരു തരി പോലും സ്ഥലമില്ല. അപ്പൊ ഞാൻ എവിടെയൊക്കെ എടുക്കാന്ന് അവള് ചോദിച്ചപ്പോൾ ഒരു കുഞ്ഞു സ്ഥലം കാണിച്ച് നീ അവിടെ പോയി കിടന്നു എന്ന് പറയണം. എന്നാൽ ആ സ്ഥലം നല്ല ഭംഗിയായിട്ട് തന്നെ ഗ്ലിൻഡ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ എൽഫബ പറയണം അതൊന്നും
എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഈ റൂമിന്റെ പകുതി എനിക്ക് വേണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് വഴക്കുണ്ടാവുകയാണ്. ഇതിനിടയിൽ നമ്മുടെ എൽഫബയുടെ ശബ്ദം ഒന്ന് ചെറുതായിട്ട് പൊങ്ങുകയാണ്. അതേ നേരം അവിടെ ഉണ്ടായിരുന്ന ജനൽ പൊട്ടിപ്പോകുന്നുണ്ട്. അത് കണ്ടപാട് തന്നെ ഇപ്പൊ ഗ്ലിൻഡ പറയണ്, ആ എനിക്കറിയായിരുന്നു നേരത്തെ അവിടെ വെച്ച് കാണിച്ച ആ പരിപാടി അത് നീ തന്നെയാ ചെയ്തതെന്ന്. എന്തായാലും പിന്നീട് ഇതിനുശേഷം ഗ്ലിൻഡ അവളോട് തർക്കിക്കാൻ പോയില്ല കേട്ടോ. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. മാജിക് പഠിക്കലും പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് എല്ലാ കുട്ടികളും ഭയങ്കര ഹാപ്പിയാണ്. ഇതിനിടയിൽ നമ്മുടെ എൽഫബയെ മാഡം മൊറിബിൾ നന്നായിട്ട് നോക്കുന്നുണ്ട്. പല സമയത്തും അവൾ ഒറ്റയ്ക്ക് വിളിച്ച് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഈ കാര്യം കാണുന്ന പാവം നമ്മുടെ ഗ്ലിൻഡയ്ക്ക് ഇതൊട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവൾക്ക് മറ്റേതടിക്കുന്നുണ്ട്, അത് തന്നെ കുശുമ്പ്. പക്ഷെ എന്ത് പറയാനാ, സഹിക്കാരനെ. അങ്ങനെ ഒരു ദിവസം ഇവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫസർ ആടുണ്ണാൻ വന്നിട്ടുണ്ട്. ആടുണ്ണാനെ കണ്ട സമയത്ത് തന്നെ പിള്ളേരെല്ലാവരും ഭയങ്കര ചിരി. പ്രൊഫസർ യാതൊരു വിലയും കൊടുക്കുന്നില്ല, നമ്മുടെ എൽഫബ ഒഴികെ. എന്നാൽ വളരെ ശാന്തനായ ആടുണ്ണാൻ പ്രൊഫസർ പറയാണ്, ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ആരൊക്കെയാ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന്? മാന്യ, കരടി, ഇവരെല്ലാവരും പല സബ്ജക്റ്റുകൾ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും ഒഴിവാക്കി. എന്നെ പോലെ കുറച്ച് പാവങ്ങൾ ഇവിടെ അങ്ങനെ നിന്ന് പോന്നു. എന്തായാലും നമുക്ക് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞിട്ട് മൂപ്പര ഒരു ബോർഡ് ഒന്ന് തിരിക്കുകയാണ്. എന്നാൽ അതിന്റെ പിറകിൽ എന്തോന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നിങ്ങളെപ്പോലെയുള്ള അനിമൽസിന് ഇനി ഇവിടെ ടീച്ചറായിട്ട് വേണ്ട എന്ന രീതിയിലായിരുന്നു ആ ഒരു എഴുത്ത്. ഇത് കണ്ട സമയത്ത് നമ്മുടെ പ്രൊഫസർ ആടുണ്ണാന് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. ധാര എഴുതിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആരും ഒന്നും മിണ്ടിയില്ല കേട്ടോ. എന്തായാലും സങ്കടത്തോടു കൂടി ആ ഒരു ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞ് മൂപ്പര് തിരിച്ചു പോവാണ്. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ എൽഫബ നേരെ പോയിരിക്കുന്നത് മാഡം മൊറിബിളിന്റെ അടുത്തേക്കാണ് കേട്ടോ. ഒരു കോയിൻ കൊടുത്ത് അത് അവളുടെ കൈകൾ കൊണ്ട് തൊടാതെ തന്നെ അതിനെ ചലിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവള് പരമാവധി നോക്കുന്നുണ്ടെങ്കിലും ഒന്നും അവളെ കൊണ്ട് നടക്കുന്നില്ല. ഇപ്പൊ ഭയങ്കര സങ്കടത്തിൽ അവൾ പറയുന്നുണ്ട്, ടീച്ചറെ ഞാൻ പറഞ്ഞല്ലോ എന്നെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ്. ഈ സമയത്ത് ആ ഒരു കോയിൻ ഒറ്റ പൊന്തലാണ്, ഒരൊറ്റ പോക്കാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ചില്ല് കൂടി തകർത്ത് കുറച്ചു നേരം അതങ്ങനെ എയറിൽ നിന്നിട്ട് താഴേക്ക് വീഴുന്നത്. ഇപ്പൊ ടീച്ചർ അവളോട് പറയണേ, ഞാൻ പറഞ്ഞില്ലേ നിന്റെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്. എന്തായാലും അന്നത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ രാത്രിയിൽ നമ്മുടെ പ്രൊഫസർ ആടുണ്ണാനുണ്ടല്ലോ, ആരോടും പറയാതെ ഒളിച്ചും പാത്തും എങ്ങോട്ടോ പോകുന്നത് നമ്മുടെ എൽഫബ കാണുകയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി വന്നു. പ്രൊഫസർ ആടുണ്ണാന്റെ പിന്നാലെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിക്കുകയാണ്. പ്രൊഫസർ ഇപ്പൊ പോയിരിക്കുന്നത് ഒരു പഴയ വീടിന്റെ ഉള്ളിലേക്കാണ്. പതിയെ അതിന്റെ ഉള്ളിലേക്ക് അവൾ എത്തി നോക്കിയപ്പോ അദ്ദേഹത്തെ പോലെ തന്നെ വേറെ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നു. പണ്ട് ഈ സ്കൂളിലെ ടീച്ചർമാരായിരുന്നു അവരൊക്കെ. എന്നാൽ ഇവരെല്ലാവരും അവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ ചിലരൊക്കെ കാണാതായിട്ടുമുണ്ട്. ഇപ്പൊ ആടുണ്ണാൻ പറയണം, നമ്മളെല്ലാം വംശീയമായിട്ട് അവരെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കരമായ വേർതിരിവാണ് കേട്ടോ. നമുക്ക് ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ഇതേ നേരത്തെ തന്നെ ഇത് ഒളിച്ചിരുന്ന് കാണുന്ന എൽഫബയുടെ കാലെന്ന് തന്നെ അറിയാതെ ശബ്ദം ഉണ്ടാകുക. അപ്പൊ തന്നെ എല്ലാവരും അവിടുന്ന് മാറ്റി എൽഫബയുടെ അടുത്തേക്ക് വന്ന നമ്മുടെ പ്രൊഫസർ ആടുണ്ണാൻ ചോദിക്കണം, അല്ല ഈ രാത്രിയിൽ നിനക്കെന്താ ഇവിടെ പരിപാടി? ഒന്നുമില്ല, ഞാൻ ചുമ്മാ വന്നതാ. എന്തായാലും പ്രൊഫസർ അവളെ ഉള്ളിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേരെ കാണാതാവുന്നുണ്ട്. അവരെവിടെ പോകുന്നു? അവർക്ക് എന്താ പറ്റിയത്? ആരാണിത് ചെയ്യുന്നത്? ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. ചിലപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്നെയും കാണാതായേക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ എൽഫബയ്ക്ക് ചില വിഷൻസ് വന്നു പോകുന്നുണ്ട്. അതായത് അവളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന സാധുവായിട്ടുള്ള പ്രൊഫസർ ആടുണ്ണാൻ അദ്ദേഹത്തെ ആരോ ഒരു കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ. പിന്നീട് വേഗം തന്നെ അവൾ ആ ഒരു വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ഒരു കുഞ്ഞി കാടായിരുന്നു അവിടെ കേട്ടോ. ഈ നേരത്ത് അതിലൂടെ ഒരു കുതിരപ്പുറത്ത് പോയിരുന്ന ഒരാൾ വന്നിട്ട് അവളുടെ ദേഹത്ത് അടിക്കുന്നുണ്ട്. നിലത്ത് വീണുപോയ എൽഫബ ചാടി എഴുന്നേൽക്കാണ്. ഭയങ്കര ദേഷ്യത്തിൽ അവനോടിപ്പോ ചോദിക്കുകയാണ്, ഡാ നിന്റെ തലയിൽ രണ്ടുണ്ട കണ്ണുണ്ടല്ലോ, എന്നിട്ടും നിനക്ക് എന്നെ കാണാൻ പറ്റിയില്ല. അവനിപ്പോ ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ആക്കാതെ എൽഫബ പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ സ്കൂളിലൊരു ന്യൂസ് സ്പ്രെഡ് ആവാണ്. നല്ല ഭംഗിയുള്ള ഏതോ ഒരു രാജകുമാരൻ ഇന്ന് പുതിയ അഡ്മിഷനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപാട് തന്നെ എല്ലാ പെൺകുട്ടികളും ഒന്ന് തയ്യാറായി നിൽക്കുകയാണ്. സ്പെഷ്യലായിട്ട് നമ്മുടെ ഗ്ലിൻഡ നല്ല അടിപൊളി ഡ്രസ്സ് തൊട്ട് നല്ല മേക്കപ്പിലിട്ട് അവൻ വരുമ്പോൾ ഒന്ന് ഇംപ്രസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അധികം വൈകാതെ ആ ഒരു കുമാരൻ ഇങ്ങോട്ടേക്ക് വന്നു. അവന്റെ പേര് പ്രിൻസ് ഫയറോ എന്നാണ്. ഈ പയ്യൻ മറ്റാരുമല്ല, ഇന്നലെ രാത്രി നമ്മുടെ എൽഫബയെ വന്നിടിച്ചില്ലേ ആ പയ്യൻ തന്നെ. എന്തായാലും അവൻ വന്ന പാട് തന്നെ ഓടിച്ചെന്ന ഗ്ലിൻഡ അവനുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ചങ്ങാത്ത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് കുറച്ചു നേരം അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാത്രി വലിയൊരു പാർട്ടി നടക്കാൻ വേണ്ടി പോവാണ്. സോ ഓരോരുത്തർക്കും ജോഡിയായിട്ട് ഒരാൾ വേണമല്ലോ. ആ സമയത്ത് നമ്മുടെ ബോക്ക് ഉണ്ടല്ലോ, അവൻ വന്നിട്ട് ഗ്ലിൻഡയോട് ചോദിക്കാണ്, അല്ല ഇന്ന് രാത്രി പരിപാടിയും കാര്യങ്ങളൊക്കെ ഇല്ലേ, നമുക്ക് ജോഡിയായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചാലോ, നിനക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ ഗ്ലിൻഡയ്ക്ക് അവൻ അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലല്ലോ, അത്ര വലിയ ക്രഷൊന്നുമില്ലല്ലോ. അവൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അതിനായിട്ട് അവളൊരു വിദ്യ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഞാൻ നിന്റെ കൂടെ വരാം. പക്ഷെ അതിനു മുന്നേ ദാ ആ വീൽ ചെയറിലിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടോ, നെസിറോസ്, നീ അവളോട് പോയിട്ടൊന്ന് കമ്പനി ആവണം. ഇന്ന് രാത്രി അവളുടെ കൂടെ ഡാൻസ് കളിക്കാൻ നിനക്ക് താല്പര്യമുണ്ട് എന്ന രീതിയിലൊക്കെ അവളോട് സംസാരിച്ച് അവൾ ഓക്കെ ആക്കിയാൽ ഞാൻ വേണമെങ്കിൽ നിന്റെ കൂടെ വരാം. ഇത് കേട്ടപാട് തന്നെ ബോക്ക് ഓടി ചെന്നിട്ട് ഇപ്പൊ നെസറോസിനോട് സംസാരിക്കുകയാണ്. ആഹാ, നീ നല്ല ലുക്ക് ആയിട്ടുണ്ടല്ലോ എന്ന്. നീ മറ്റേ അവിടുത്തെ രാജാവിന്റെ മോളല്ലേ? ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പറഞ്ഞ് അവളായിട്ട് ഭയങ്കരമായിട്ട് കമ്പനി ആവാണ്. അപ്പൊ അവൻ നെസറോസ് ഈ പയ്യൻ ബോക്കിന് എന്തോ അവളോട് വലിയ ഇഷ്ടമായി എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ രാത്രി ആ ഒരു പാർട്ടി നടക്കാൻ വേണ്ടി പോവാണ്. ഇതേ സമയത്ത് തന്നെ ഗ്ലിൻഡ നന്നായിട്ട് തന്നെ അണിഞ്ഞൊരുങ്ങുന്നുണ്ട്. ഇപ്പൊ അവളെ അണിയിച്ചൊരുക്കുന്ന അവളുടെ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ വെച്ച് ഒരു പഴയ കറുത്ത തൊപ്പി കിട്ടുകയാണ്. അപ്പൊ അത് കണ്ടപാടിന് അവർ ചോദിക്കുന്നുണ്ട്, അല്ല ഗ്ലിൻഡ, ഇതെവിടുന്ന ഈ വൃത്തിയായിട്ട തൊപ്പി? ഇതേ സമയത്ത് തന്നെ ഗ്ലിൻഡ
ഗ്ലിൻഡ പറയാണ് അതെന്റെ മുത്തശ്ശി എനിക്ക് തന്നെയാ, വല്ല വൾഗറായിട്ടുള്ള ആരെങ്കിലും കാണുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും കറക്റ്റ് സമയത്താണ് നമ്മുടെ എൽഫബ അങ്ങോട്ടേക്ക് വരുന്നത്. എൽഫബയുടെ കയ്യിൽ ആ ഒരു കറുത്ത തൊപ്പി കൊടുത്തിട്ട് ഇപ്പൊ ഗ്ലിൻഡ പറയണം, ദാ ഈ തൊപ്പി കണ്ടോ, ഇത് ഭയങ്കര രസാ, ഇത് ഇട്ടിട്ട് വേണം നീ ഇന്ന് പാർട്ടിക്ക് വരാനായിട്ട്, നിനക്ക് അടിപൊളി ലുക്കായിരിക്കും എന്ന് പറയണം. പാവം എൽഫബ അത് വിശ്വസിക്കുകയാണ്. അവൾക്കാണെങ്കിൽ ആ കറുത്ത തൊപ്പി ഭയങ്കരമായിട്ട് ഇഷ്ടാവുകയും ചെയ്തു. ഈ സമയത്താണ് നമ്മുടെ എൽഫബയെ മാഡം മൊറബിൾ വിളിപ്പിക്കുന്നത്. നേരെ മാഡത്തിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെ എത്തിയ സമയത്ത് ഒരു സന്തോഷ വാർത്തയും അവൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ആ വലിയ സെമിനാർ ഉണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് തന്നെ ഓസ് ദ ഗ്രേറ്റ് ആ ഒരു മന്ത്രവാദിയൊക്കെ കാണാൻ പോകും. സോ അതിലേക്ക് നമ്മുടെ ഈ ഒരു എൽഫബ സെലക്ട് ആയിരിക്കുകയാണ്. എന്നാൽ എൽഫബ ഇപ്പോൾ മാഡം മൊറബിളിനോട് ഒരു കാര്യം പറയുന്നുണ്ട്, എന്നെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഞാൻ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലിൻഡെ കൂടെ അതിലേക്ക് ക്ഷണിക്കണം എന്ന് പറയണം. കാരണം അവൾക്ക് ഒരുപാട് ആഗ്രഹമാണ് അതിലേക്ക് വരാനായിട്ട്. അങ്ങനെ ഇപ്പോൾ എൽഫബ പറഞ്ഞതുകൊണ്ട് മാത്രം മൊറബിൾ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ പിള്ളേരെല്ലാവരും ഒരു തോണിയിൽ ഈ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഭയങ്കര സെറ്റപ്പാണ്. ഗ്ലിൻഡ അവിടെ എത്തിയപാട് തന്നെ പ്രിൻസ് ഫയറോയുടെ അടുത്തേക്ക് ചെന്ന് ജോഡിയായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോക്കും നെസറോസും അവരും ജോഡിയായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് മാഡം മൊറബിൾ വരുന്നത്. അവരങ്ങോട്ടേക്ക് വന്ന പാടിനെ ഗ്ലിൻഡയെ കഴിച്ചുകൊണ്ട് വിളിക്കുകയാണ്, ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ, ഒരു കാര്യം പറയേണ്ടത് അറിയാം. മാഡം വിളിച്ചപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. അവൾ ഓടി ചെന്നിട്ട് എന്താ മാഡം എന്താ കാര്യം ചോദിക്കണം. അപ്പൊ തന്നെ മാഡം പറയുന്നുണ്ട്, അത് പിന്നെ ആ സെമിനാറിലേക്ക് നിന്നെ കൂടെ സെലക്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് ഗ്ലിൻഡ ഇങ്ങനെ പറയണം, അപ്പൊ മാഡത്തിന് മനസ്സിലായല്ലേ എന്റെ ഉള്ളിൽ ഭയങ്കര കഴിവുണ്ടെന്ന്. ഇത് കേട്ട പാടിനെ മാഡം മുഖത്തടിച്ച പോലെ പറയുന്നുണ്ട്, നിന്റെ ഉള്ളിൽ ഒരു കഴിവുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. എൽഫബയെ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തായിരുന്നു. അവള് അങ്ങോട്ടേക്ക് വരണമെങ്കിൽ നിന്നെ കൂടെ കൂട്ടിയാലേ വരുള്ളൂ എന്ന് അവള് വാശി പിടിച്ചു. അതുകൊണ്ട് മാത്രം നിന്നെ ഞാനിപ്പോ സെലക്ട് ആക്കിയത്. ഇത് കേട്ട സമയത്ത് പാവം നമ്മുടെ ഗ്ലിൻഡ ആകെ അങ്ങോട്ട് ചമ്മി പോവാണ്. ഇളിബ്യായി പോയി, മുഖത്തടി കിട്ടിയ പോലെ അവൾ അങ്ങനെ നിൽക്കുകയാണ്. അതായത് ഇതിനും നല്ലത് അവൾക്ക് അതിലേക്ക് ഒരു സെലക്ഷൻ കിട്ടാത്തതായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൽഫബ ഉണ്ടല്ലോ, ഗ്ലിൻഡ കൊടുത്ത ആ ഒരു തൊപ്പി ഇട്ടുകൊണ്ട് നേരെ പാർട്ടിയിലേക്ക് വരികയാണ്. ഇത് കണ്ട സമയത്ത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിയേർഡായിട്ട് തോന്നാണ്. ഇതെന്തുപോലെ അവളുടെ അടുത്തേക്ക് ആരും പോകുന്നില്ല കേട്ടോ. ഇത് കണ്ട സമയത്ത് എൽഫബയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഗ്ലിൻഡ മനഃപൂർവ്വം തന്നെ അവൾക്കിട്ട് പണി കൊടുത്തതാണ്. ഭയങ്കരമായിട്ട് അവൾക്ക് അവിടുന്ന് സങ്കടമായി. എന്നാൽ അതൊന്നും നോക്കാതെ അവൾ എന്ത് ചെയ്തു എന്നറിയോ, ആ തൊപ്പി ഒരു തറയിൽ വെച്ച് ഭയങ്കര ശോകമായിട്ട് തന്നെ ഒരു ഡാൻസ് കളിക്കുന്നുണ്ട്. ഇത് കണ്ട് സങ്കടമായ ഗ്ലിൻഡയും അവളുടെ അടുത്തേക്ക് വന്നിട്ട് അതേ സ്റ്റെപ്പ് തന്നെ ഇടുകയാണ്. ഈ നേരത്തെ എൽഫബ അവളുടെ തൊപ്പി എടുത്ത് തലയിൽ വെക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഡാൻസ് കണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവാണ്. എല്ലാവരും കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്. എല്ലാവരും അതേ നൃത്ത ചുവടുകൾ തന്നെ ഒരുപോലെ വെക്കുകയാണ് കേട്ടോ. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെ ആ ഒരു പാർട്ടി എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നമ്മുടെ എൽഫബയെ അക്സെപ്റ്റ് ചെയ്തു, അവരിൽ ഒരാളായിട്ട് തന്നെ. അതുപോലെ തന്നെ ഗ്ലിൻഡയ്ക്കും സങ്കടമാവുന്നുണ്ട് കേട്ടോ. കാരണം എൽഫബയുടെ യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കിയ സമയത്ത് അവളെ ചേർത്ത് പിടിക്കുകയാണ് ഇപ്പൊ ഗ്ലിൻഡ. പിന്നീട് പാർട്ടി എല്ലാം കഴിഞ്ഞ് റൂമിൽ പോയ സമയത്ത് ശരിക്കും നമ്മുടെ ഒരു എൽഫബയ്ക്ക് നല്ല ലുക്ക് തോന്നുന്ന രീതിയിൽ പല കോസ്റ്റ്യൂംസും അവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഗ്ലിൻഡ രണ്ടുപേരും നല്ല പാട്ട് പാടി റൂമിൽ വെച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാം. രണ്ടുപേരും ഇപ്പൊ നല്ല അടിപൊളി സുഹൃത്തുക്കളായിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ എൽഫബ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആ രാജകുമാരുണ്ടല്ലോ പ്രിൻസ് ഫൈറോ, അവനിപ്പോ പതിയെ നമ്മുടെ എൽഫബയുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് ക്രഷ് ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യം പറയണം. അതായത് ഇന്നലെ രാത്രി ആ ഒരു പാർട്ടിയിൽ വെച്ച് അവളുടെ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതെല്ലാം കണ്ട് ഫൈറോയ്ക്ക് എന്തോ അവളോട് ക്രഷ് അടിച്ചു. ഇത് കേട്ട സമയത്ത് എൽഫബയുടെ ഉള്ളിൽ ലെട്ട് പൊട്ടുകയാണ് കേട്ടോ. അവളിപ്പോ നമ്മുടെ ഗ്ലിൻഡ മുടി കൊണ്ട് കാണിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് ചിരിച്ച പ്രിൻസ് ഫൈറോ പറയണം, നീ അങ്ങനെ ഒന്നും കാണിക്കേണ്ട, നീ ഒന്നും കാണിക്കാതിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭംഗി. എന്തായാലും അവൾക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി. ഇതിനുശേഷം നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. അവളുടെ കയ്യിൽ ഒരു ബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ ടീച്ചറായിട്ടുള്ള പ്രൊഫസർ ആഡുണ്ണാൻ, അദ്ദേഹത്തിന് കൊടുക്കാനാണ് ഈ ബൊക്കയുമായിട്ട് അവൾ വന്നിരിക്കുന്നത്. എന്നാൽ പ്രൊഫസർ ആഡുണ്ണാൻ പറയണ, ഇപ്പൊ വേണ്ട, ക്ലാസ് കഴിയട്ടെ, എന്നിട്ട് ഞാൻ മേടിച്ചോളാം. അങ്ങനെ നമ്മുടെ പ്രൊഫസർ ക്ലാസ് എടുക്കാൻ നോക്കുന്ന സമയത്ത് രണ്ട് സോൾജേഴ്സ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അവരുടെ കൂടെ തന്നെ ഒരു ടീച്ചറുണ്ട്. ടീച്ചർ വന്ന പാട് തന്നെ പറയണം, കുട്ടികളെ ഇനി നിങ്ങളെ പഠിപ്പിക്കാൻ ഇതുപോലെയുള്ള ആടും പോത്തും പശുവൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ആ ഒരു സോൾജേഴ്സ് ഉണ്ടല്ലോ, യാതൊരു മര്യാദയില്ലാതെ പാവം നമ്മുടെ പ്രൊഫസറിനെ കൊമ്പ് പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോവാണ്. ഇതേ നേരം തന്നെ പ്രൊഫസർ ആഡുണ്ണാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തേ ചെയ്യുന്നത്? ഞാൻ ഇവിടുത്തെ ഒരു പ്രൊഫസറാണ്, എന്നോട് ഇങ്ങനെ മര്യാദയില്ലാതെ പെരുമാറില്ലേ? എന്നാൽ അത്രയും കുട്ടികളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചുകൊണ്ട് തന്നെ പാവം പ്രൊഫസർ അവിടുന്ന് കൊണ്ടുപോകണം. ഇത് കണ്ട് ആകെ സങ്കടമായ എൽഫബ അവളുടെ ടീച്ചറോട് പോയി പറയുന്നുണ്ട്, ഇത് ചെയ്തത് ഭയങ്കരമായിട്ട് മോശമായി പോയിട്ടോ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പൊ ആ ടീച്ചർ പറയണ, ഞങ്ങൾ എന്ത് ചെയ്യാനാ, മുകളിൽ നിന്നുള്ള ഓർഡർ അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. ഒന്നും ചെയ്യാൻ പറ്റാതെ എൽഫബ ഭയങ്കര സങ്കടത്തിൽ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ പുതിയ പ്രൊഫസർ അങ്ങോട്ടേക്ക് വരികയാണ്. അയാളുടെ കയ്യിൽ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിന്റെ തുണി ഇപ്പോൾ അയാൾ മാറ്റി എല്ലാ കുട്ടികൾക്കും അതെന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. കുട്ടികളെ, ഇതാണ് കോഡ്. നമ്മളിപ്പോ കണ്ടുപിടിച്ചാലും ഈ ഒരു സാധനം, ഇനി മുതൽ ഇതുപോലെയുള്ള മൃഗങ്ങളെ ഇതിന്റെ ഉള്ളിലാണ് നമ്മളിട്ട് പൂട്ടി വെക്കുക. അതിന്റെ ഉള്ളിൽ ഒരു പുലിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ പ്രായത്തിലെ ഇവന്മാരെ പോലെയുള്ള മൃഗങ്ങളെ ഇതുപോലെ കൂട്ടിലിട്ട് വളർത്തി കഴിഞ്ഞാൽ നമ്മളോട് അധികം സംസാരിക്കാൻ ഇങ്ങോട്ടേക്ക് വരില്ല. ഇത് നമ്മൾ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഇത് കണ്ട സമയത്ത് എൽഫബയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ഭയങ്കരമായിട്ടുള്ള അനീതിയാണ്, ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. ഭയങ്കര ദേഷ്യം വന്ന് എൽഫബ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബൊക്ക, അതിലെ പൂക്കള് അത് ടേബിളിൽ വെച്ച് ഒറ്റ അടിയടിയാണ്. അതേ നേരം തന്നെ എല്ലാ പൂക്കളും പൊഴിഞ്ഞുപോയി. അത് പറന്നു ചെന്ന് ഓരോരുത്തരുടെയും മുഖത്തിന്റെ അടുത്തേക്ക് നിൽക്കുകയാണ്. അത് സ്മെൽ
സ്മെല്ല് ചെയ്യുന്നതോട് കൂടിയിട്ട് എല്ലാവരുടെയും ബോധം നഷ്ടമാകാണ്, ആ ഒരു ടീച്ചറിന്റെ അടക്കം. എന്നാൽ നമ്മുടെ എൽഫബയുടെയും അതുപോലെ തന്നെ പ്രിൻസ് ഫയറും ഇവരുടെ രണ്ടുപേരുടെയും ബോധം പോകുന്നില്ല. ഇവർ രണ്ടുപേരും വേഗം എന്ത് ചെയ്തു, ആ കൂട്ടിലുണ്ടായിരുന്ന ആ കുഞ്ഞ് ഒരു സിംഹക്കുട്ടിയാണ് അതിനെടുത്തുകൊണ്ട് നേരെ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ക്ലാസ് റൂമിലേക്ക് മേഡം മൊറിബിൾ വരുന്നത്. അവിടെ എത്തിയപാട് തന്നെ എന്താ സംഭവിച്ചെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ തന്നെ അവരൊരു കത്ത് ഒരാൾക്ക് എഴുതുകയാണ്, മറ്റാർക്കുമല്ല, ദ ഗ്രേറ്റ് വിസാർഡ്, ലോകത്തിലെ ഏറ്റവും വലിയ മന്ത്രവാദിയായിട്ടുള്ള ഓസ് ദ ഗ്രേറ്റ്, ഇതുപോലെ ഭയങ്കര കഴിവുള്ള ഒരു കുട്ടി നമ്മുടെ ഈ ഒരു സ്കൂളിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അയാൾക്ക് കത്ത് എഴുതുന്നത്. ഇതേ സമയത്ത് തന്നെ എൽഫബയും നമ്മുടെ പ്രിൻസ് ഫയറോയും കൂടെ ഒരു കാട്ടിലേക്ക് ആ ഒരു സിംഹക്കുട്ടിയുമായിട്ട് വന്നിട്ട് ആ കുട്ടിയെ കാട്ടിൽ വിടുകയാണ്. അതേ നേരം തന്നെ ഇപ്പൊ ഫയറോ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, എല്ലാവരെയും മയക്കിയപ്പോ എന്നെ മാത്രം എന്തിനാണ് നീ മയക്കാതിരുന്നത്? എന്നാൽ അതിനൊരു മറുപടി കൊടുക്കാനായിട്ട് അവളെ കൊണ്ട് കഴിഞ്ഞില്ല കേട്ടോ. രണ്ടുപേരും പിന്നീട് അവിടുന്ന് തിരിച്ച് സ്കൂളിലേക്ക് തന്നെ പോവാണ്. പിറ്റേ ദിവസമായ സമയത്ത് മേഡം മൊറിബിൾ എല്ലാവരും വിളിക്കുകയാണ്. അതായത് കാര്യമായിട്ട് എന്തോ ഒന്ന് ഈ സ്കൂളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ശബ്ദം കേട്ട് പിള്ളേരെല്ലാവരും അങ്ങോട്ടേക്ക് ഓടി ചെന്ന് നോക്കുമ്പോൾ ഒരു പറക്കുന്ന ബലൂൺ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പാറി വരുന്നുണ്ട് കേട്ടോ. അത് നേരെ വന്ന് നിൽക്കുന്നത് എൽഫബയുടെ അടുത്തേക്കാണ്. അതിലൊരു കത്തും ഉണ്ടായിരുന്നു. ആ കത്ത് ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ഓസ് ദ ഗ്രേറ്റ്, ആ വലിയ മന്ത്രവാദിയാണ്. അയാളുടെ നഗരത്തിലേക്ക് എൽഫബയെ അയാൾ ക്ഷണിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് എൽഫബയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട്. നമ്മുടെ ഗ്ലിൻഡ വന്ന് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. എല്ലാവരും എൽഫബയെ പ്രശംസിക്കുന്നുണ്ട്. ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണത്. ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്ന ഈ മേഡം മൊറിബിൾ ഒരു കാര്യം പറയുന്നുണ്ട്, മോളെ ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല, ഇത് നിനക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇതിന് നിന്റെ അവസരങ്ങളെ നീ ഉപയോഗിക്കണമെന്ന് പറയണം. എന്നാൽ സങ്കടപ്പെട്ട എൽഫബ പറയണം, മേഡത്തിന് അറിയാലോ എന്റെ കഴിവുകൾ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് മാത്രം എനിക്ക് അറിയില്ല. അപ്പൊ മേഡം പറയണം, നീ പേടിക്കുന്നു വേണ്ട, അതിനൊക്കെ നിന്നെ കൊണ്ട് കഴിയും. ഇപ്പൊ പെട്ടെന്നൊരു മഴ പെയ്യാണ്. പിള്ളേരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. എൽഫബയുടെ തൊട്ടടുത്ത് തന്നെ മേഡം ഉണ്ടായിരുന്നു, ഒരു കൊടയും ചൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മേഡം പറയണം, ദാ ഈ മഴ ഇപ്പൊ നമുക്ക് ആവശ്യമില്ല അല്ലേ, നമുക്ക് ആ മഴയെ ഒഴിവാക്കി കളയാന്ന് പറഞ്ഞിട്ട് മേഘങ്ങളെ കൈകൊണ്ട് അവിടുന്ന് തട്ടി തെറിപ്പിച്ച് കളയാണ് മേഡം മൊറിബിൾ. അതായത് അവിടുത്തെ മഴ ഒറ്റയടിക്കാൻ ഇല്ലാതാവുകയാണ്. അതായത് ഇവിടെ നമ്മൾ കാണിക്കുന്നത് മേഡം മൊറിബിൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മാജിക് അറിയുന്ന നല്ലൊരു കിടിലൻ മന്ത്രവാദി തന്നെയാണെന്ന്. പിന്നീട് എല്ലാവരും അവരുടേതായ റൂമുകളിലേക്ക് തിരിച്ചു പോവാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഒരു പച്ച നിറത്തിലുള്ള ട്രെയിൻ അവരുടെ ആ ഒരു സ്കൂളിന്റെ മുന്നിലേക്ക് വരികയാണ്. എന്തിനാ വന്നിരിക്കുന്നത്? നമ്മുടെ എൽഫബ ഉണ്ടല്ലോ, അവളെ കൂട്ടാനായിട്ട്. ആരയച്ചതാണ്? ദ ഗ്രേറ്റ് മജീഷ്യൻ ഓസ് ദ ഗ്രേറ്റ്, അദ്ദേഹത്തിന്റെ സിറ്റി ആയിട്ടുള്ള എമറാൾഡിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഈ ട്രെയിൻ അയച്ചതാണ്. എൽഫബയും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അവളെ യാത്ര അയക്കാനായിട്ട് അവളുടെ തൊട്ടടുത്തേക്ക് ഇപ്പൊ ഗ്ലിൻഡയും വന്നിട്ടുണ്ട്. ഗ്ലിൻഡ വളരെ സ്നേഹത്തോടു കൂടി തന്നെ എൽഫബയോട് പറയുന്നുണ്ട്, നോക്കി കണ്ടൊക്കെ പോണം കേട്ടാ, അദ്ദേഹത്തിന്റെ മുന്നിൽ പോയാൽ നിന്റെ എല്ലാ കഴിവുകളും നന്നായിട്ട് കാണിക്കണം. ഇപ്പൊ ഗ്ലിൻഡ എൽഫബയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആര് കാണുന്നുണ്ട്? നമ്മുടെ ബോക്ക് കാണാണ്. അവളെ തന്നെ ബോക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യം കണ്ട അവിടെ ഇരിക്കുന്ന വീൽ ചെയറിലുണ്ടായിരുന്ന നെസ്റോസിന് ഒരു കാര്യം മനസ്സിലായി. അതായത് ശരിക്കും അവളോട് യഥാർത്ഥത്തിൽ ഈ ബോക്കിന് വലിയ പ്രണയമൊന്നുമില്ല. കാരണം ഗ്ലിൻഡയെ അമാതിരി നോട്ടം നോക്കുന്ന അവനെന്തായാലും എന്നോട് പ്രണയം തോന്നില്ലല്ലോ. ചെറിയൊരു സങ്കടത്തിൽ നെസ്റോസ് അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു ട്രെയിൻ പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് എൽഫബ ഉറക്കിന് ചോദിക്കുന്നുണ്ട്, ഗ്ലിൻഡ നിനക്കും അങ്ങോട്ടേക്ക് വരണോ? എമറാൾഡ് സിറ്റി നിനക്ക് കാണണോ? ഗ്രേറ്റ് മജീഷ്യൻ ആയിട്ടുള്ള ഓസ് ദ ഗ്രേറ്റ് അദ്ദേഹത്തെ നിനക്ക് കാണാൻ ചോദിക്കുമ്പോൾ അതൊന്നും പറ്റില്ലല്ലോ, എനിക്ക് അതിനുള്ള പെർമിഷൻ ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എൽഫബ പറയാണ്, നീ ഇപ്പൊ അതൊന്നും നോക്കണ്ട, ഓടിവാ, എന്റെ കൈ പിടിക്ക്, നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയണം. ഇപ്പോ പോകണോ വേണ്ടി എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഗ്ലിൻഡ നിൽക്കുന്നത്. അവസാനം എൽഫബയുടെ ആ ഒരു നിർബന്ധത്തിൽ അവൾ ഓടിച്ചെന്ന് എൽഫബയുടെ കൈ പിടിക്കണം. അപ്പൊ തന്നെ എൽഫബ അവള് വലിച്ചുള്ളിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. എന്തായാലും എൽഫബയുടെ കൂടെ അങ്ങോട്ടേക്ക് പോകാൻ നമ്മുടെ ഗ്ലിൻഡയും തീരുമാനിച്ചു. എന്തായാലും ആ ഒരു ട്രെയിൻ നേരെ എമറാൾഡ് സിറ്റിയിലേക്ക് പോവാണ്. ആ ട്രെയിൻ ആണെങ്കിലോ എന്ത് ഭംഗിയാണെന്നറിയോ അത് കാണാൻ. എന്നാൽ അതിനേക്കാൾ ഭംഗിയായിരുന്നു എമറാൾഡ് സിറ്റി. എങ്ങനെയാണ് ആ ഒരു ട്രെയിൻ ഒരു ഗോൾഡൻ പച്ച നിറത്തിലൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളറില്ലേ, അതുപോലെ തന്നെയാണ് ആ ഒരു നഗരം. വളരെ മനോഹരമായിരുന്നു. അവിടെ എത്തിയപാട് തന്നെ പാട്ടും ഡാൻസുമായിട്ട് ഗ്ലിൻഡയും എൽഫബയും ഒരുപാട് പേര് സ്വീകരിക്കുന്നുണ്ട്. ആ നഗരത്തിന്റെ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്തുള്ള ഓരോ കാഴ്ചകൾ ശരിക്കും അവര് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി, സന്തോഷമായി. മാത്രമല്ല ഈ നഗരത്തിന്റെ അധിപനായിട്ടുള്ള ഓസ് ദ ഗ്രേറ്റ് അദ്ദേഹം പണ്ട് ഈ ഒരു നഗരത്തിലേക്ക് വന്ന ഒരു കഥയൊക്കെ ഉണ്ട്. അതെല്ലാം അവിടുത്തെ തെരുവുകളിൽ നാടകമായിട്ട് അവിടുത്തെ ആൾക്കാരെ അവതരിപ്പിക്കണം. എന്തായാലും അവസാനം വിസാർഡ് ഓഫ് ഓസ് അദ്ദേഹത്തിന്റെ ആ ഒരു കോട്ടയുടെ മുന്നിലേക്ക് ഇവരെത്തുകയാണ്. കോട്ടയല്ല, ഒരു വലിയ കൊട്ടാരം. അതേ നേരം തന്നെ ആകാശത്തിലേക്ക് വർണ്ണ നിറത്തിലുള്ള ഓരോ പടക്കങ്ങൾ പോയി പൊട്ടുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമായിരുന്നു. എന്നാൽ ഇതേ നേരത്താണ് ആ കൊട്ടാരത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള ഗൗരവക്കാരനായിട്ടുള്ള ഒരു കൊരങ്ങൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താണ് ആരാണ് എന്നെല്ലാം ചോദിച്ചപ്പോ എൽഫബ ഞാൻ എൽഫബയാണെന്ന് പറയണം. അപ്പൊ തന്നെ അവളെ നോക്കിയൊന്ന് ചിരിച്ച ആ കുരങ്ങ് അവളെയും കൂട്ടി കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതേ നേരം രണ്ട് ഭാഗത്തായിട്ട് ഒരുപാട് കുരങ്ങുകൾ ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് വിസാർഡ് ഓഫ് ഓസിന്റെ കാവൽക്കാരാണ് ഈ കുരങ്ങുകൾ. പോകുന്ന സമയത്ത് അതിലൊരു കുരങ്ങനെ നോക്കി നമ്മുടെ ഗ്ലിൻഡ ഒന്ന് കൈ കാണിക്കുന്നുണ്ട്, ചുമ്മാ ചിരിക്കാൻ നോക്കുകയാണ്. എന്നാൽ അവൻ ഭയങ്കര ഗൗരവത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര രൂക്ഷമായിട്ട് തന്നെ നമ്മുടെ ഗ്ലിൻഡയെ നോക്കുകയാണ്. ഗ്ലിൻഡ ഒന്ന് പേടിച്ചുപോയി. എന്തായാലും അവസാനം ഇവർ ആ ഒരു സിംഹാസനത്തിന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ വലിയൊരു തലയാണുള്ളത്. അവിടേക്ക് ഇവർ എത്തിയപാട് തന്നെ ഉള്ളിൽ നിന്നും ആ ഒരു
വലിയൊരു തല ഇവരോട് സംസാരിക്കുകയാണ്. ആരാണ് നിങ്ങൾ? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാനാണ് വിസാർഡ് ഓഫ് ഓസ്. ഇത് കേട്ടപാട് തന്നെ എൽഫബ ആകെ പേടിച്ചു പോവാണ്. ഇപ്പൊ ഗ്ലിൻഡയോട് പറയണ വാ നമുക്ക് ഇപ്പൊ തന്നെ പോകാൻ പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഗ്ലിൻഡ പറയണ പോവല്ലേ, നീ ഇവിടെ നിൽക്ക്, നീ ആരാണെന്ന് പറയുന്നു പറയാണ്. അങ്ങനെ എൽഫബ ഞാൻ എൽഫബയാണെന്ന് പറയാണ്. നിങ്ങളെ വിളിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ എന്നും പറയുന്നുണ്ട്. ഈ സമയത്ത് ആ വലിയ തലയുടെ ഉള്ളിൽ നിന്നും ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇയാളാണ് ആ ഒരു ഗ്രേറ്റ് മന്ത്രവാദിയായിട്ടുള്ള വിസാർഡ് ഓഫ് ഓസ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഈ ഒരു ഗ്രേറ്റ് വിസാർഡ് ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള മന്ത്രവാദം ഒന്നും അറിയില്ല. ഒരു പാറ്റയെ പിടിക്കാനുള്ള മന്ത്രവാദം പോലും അറിയില്ല. എന്നാൽ ഇയാളുടെ കയ്യിൽ ഒരുപാട് ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി വെച്ച് ഇയാൾ എല്ലാവരും വിശ്വസിപ്പിച്ചിരിക്കുകയാണ് ഇയാൾക്ക് ഭയങ്കര മാന്ത്രികമായിട്ടുള്ള പവർ ഉണ്ട് എന്ന്. പണ്ട് എവിടുന്നോ ഇയാൾ ഈ നഗരത്തിലേക്ക് വന്നതാണ് കേട്ടോ. എന്തായാലും അന്ന് ഇവിടുത്തെ ആളുകളെ ഇയാൾ പറ്റിച്ചത് അതുപോലെയുള്ള ഒരു ടെക്നോളജി വെച്ചായിരുന്നു. ഇന്നും അത് അതുപോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഓസ് ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ വേറെ തന്നെ ഉണ്ട് കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാനത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി അത് പുതുതായിട്ട് കേൾക്കണമെങ്കിൽ വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം കേട്ടോ. എന്തായാലും അങ്ങോട്ടേക്ക് വന്ന പാട് തന്നെ ഈ മന്ത്രവാദി ഓസ് ചോദിക്കുന്നുണ്ട്, അല്ല ആരാണ് നിന്റെ കൂടെ വന്നിരിക്കുന്നത് എൽഫബ? ഇപ്പോ എൽഫബ പറയാണ് ഇതെന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഗ്ലിൻഡയാണ്. ഓഹോ ഓക്കെ വാ, രണ്ടുപേർക്കും ഞാൻ ഒരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് വലിയൊരു നഗരത്തിന്റെ ഒരു മിനിയേച്ചർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എമറാൾഡ് സിറ്റിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി എൽഫബ നിൽക്കാൻ പോകുന്നത് ഈ എമറാൾഡ് സിറ്റിയിലാണ്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ഇവരുടെ ടീച്ചറായിട്ടുള്ള മേഡം മൊറിബിൾ വരികയാണ് കേട്ടോ. മൊറിബിളിനെ കണ്ടപാട് തന്നെ എൽഫബ ഓടി പോയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതേ നേരം മൊറിബിൾ ഓസ് ദ ഗ്രേറ്റ് ആ മന്ത്രവാദിയോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കുട്ടി. ഇവളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്. ഓഹോ അത്ര വലിയ കഴിവുകൾ ഉണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണുമെന്ന് ഓസ് ദ ഗ്രേറ്റും പറയാണ്. അവിടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് മന്ത്രവാക്യങ്ങളുണ്ട്. അതെല്ലാം അവളോടൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറയാണ്. എന്നാൽ ആ സമയം മുതൽ എൽഫബയ്ക്ക് ഭയങ്കരമായിട്ട് പേടിയാവുകയാണ്. അവൾ അവളുടെ ടീച്ചറായിട്ടുള്ള മേഡം മൊറിബിളിനോട് പറയുന്നുണ്ട്, മേഡം ഇതെനിക്ക് ചെയ്യാൻ പറ്റും തോന്നില്ല, എനിക്ക് പേടിയാവുന്നു. ഇപ്പൊ മൊറിബിൾ പറയണ നിന്നെ കൊണ്ട് പറ്റും, ഒന്ന് പോയി നോക്ക്. അങ്ങനെ പേടിയോടെ ആ മാന്ത്രിക പുസ്തകത്തിന്റെ അടുത്തേക്ക് അവള് വരികയാണ്. അവള് വന്നപാട് തന്നെ ആ പുസ്തകം ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആയി വരികയാണ് കേട്ടോ. അത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞെട്ടിയത് എൽഫബ തന്നെയാണ്. ഇപ്പോ അവള് ചോദിക്കുകയാണ് ഞാൻ എന്ത് മന്ത്രവാദമാണ് ഇനി ഉപയോഗിക്കേണ്ടത്? ഇതേ സമയത്ത് തന്നെ ഓസ് എന്ന് പറഞ്ഞ ഒരു മന്ത്രവാദി പറയാണ്, ദാ ഇവിടെ നിൽക്കുന്ന ഈ കുരങ്ങനെ കണ്ടോ, ഇവന് പറക്കാൻ നല്ല ആഗ്രഹമാണ്, അവന് ചിറക് വരുന്ന രീതിയിൽ ഒരു മന്ത്രവാദം നീ ഉപയോഗിക്കുന്നു പറയാണ്. എന്തായാലും ഇത് കേട്ടപാട് തന്നെ എൽഫബ ആ പുസ്തകത്തിലേക്ക് നോക്കിയ സമയത്ത് പെട്ടെന്ന് അതിന്റെ ആ ഒരു പേജുകൾ മറയാണ്. അവളുടെ ആ ഒരു നോട്ടത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഒരു പേജ് ഓപ്പൺ ആയി നിൽക്കുന്നുണ്ട്. അതിലൊരു മന്ത്രവാദം ഉണ്ട്. അത് ഉപയോഗിച്ചാൽ ഈ കുരങ്ങിന് ചിറക് വരും. പക്ഷെ അതിൽ എഴുതിയിരിക്കുന്ന ആ ഒരു ലിപി ഭയങ്കര പുരാതനമാണ്. ഇത് ആർക്കും വായിക്കാൻ തരില്ല. ഇപ്പൊ മേഡം മൊറിബിൾ വന്ന് അതിലേക്ക് നോക്കിയിട്ട് പറയണത്, എനിക്ക് തന്നെ ഇതിലെ 1-2 വാക്കുകൾ മാത്രമേ മനസ്സിലാവുന്നുള്ളൂ, നിനക്ക് പറ്റില്ലെങ്കിൽ ഇത് വിട്ടേക്കെന്ന് എൽഫബയോട് പറയണം കേട്ടോ. എന്നാൽ എൽഫബ അതിലേക്ക് നോക്കിയ സമയത്ത് മറ്റാർക്കും കാണാത്ത രീതിയിലുള്ള ചില ഗോൾഡൻ ലെറ്റേഴ്സ് അവൾക്ക് കാണാൻ പറ്റി. അതായത് ആ ലിപി അവൾക്ക് മറ്റാരുടെയും സഹായം കൂടാതെ വായിക്കാൻ പറ്റുകയാണ്. അവൾ അത് വായിച്ചു. ആ മന്ത്രവാദം അത് ചൊല്ലിയപാട് തന്നെ ദാ അവിടെ നിൽക്കുന്ന ആ കുരങ്ങിന് ഭയങ്കരമായിട്ട് വേദനയും കാര്യങ്ങളും വരാൻ തുടങ്ങുകയാണ്. അവൻ അവിടെ കിടന്ന് പിടയാണ്. എന്താണെന്ന് മനസ്സിലാവാതെ എൽഫബ ഇതെന്താന്ന് ചോദിച്ചപ്പോ മേഡം മൊറിബിൾ പറയാണ്, അത് അവന്റെ ചിറകുകൾ അത് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരിക എന്ന് പറയാണ്. അത് വന്നു കഴിഞ്ഞാൽ അവന്റെ വേദന മാറും. പക്ഷേ അവനിങ്ങനെ വേദനയിൽ പെടയുന്ന കാണുമ്പോൾ എൽഫബയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടാവുക. അധികം വൈകാതെ അവന്റെ ഉള്ളിൽ നിന്നും ചിറകുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അവൻ അത് വെച്ച് പറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വേദന കൊണ്ട് അവൻ താഴേക്ക് വീഴാണ്. ഇതേ നേരം തന്നെ പുറത്തുനിന്ന് ശബ്ദം കേട്ട് ഇവർ ആ വാതിൽ തുറന്നു നോക്കുമ്പോൾ പുറത്തുണ്ടായിരുന്ന എല്ലാ കുരങ്ങന്മാർക്കും ഇതുപോലെ തന്നെ ചിറകുകൾ വന്ന് അവർ വേദനയിൽ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് എൽഫബയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്നാൽ ആ സമയത്ത് മന്ത്രവാദി ഓസ് പറയണ, ആഹാ അടിപൊളിയായല്ലോ, ഇത്രയും കാലം നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ പട്ടാളക്കാർക്ക് ഭൂമിയിൽ നിന്ന് മാത്രമേ കാവൽ നോക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഇനിയിപ്പോ ഇവർക്ക് ആകാശത്തിലൂടെ പറന്ന് നടന്ന് നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമല്ലോ. എന്നാൽ ഇതൊന്നും നല്ല കാര്യമല്ല എന്ന് മനസ്സിലായ എൽഫബ വേഗം തന്നെ ആ ഒരു പുസ്തകം എടുത്ത് നേരെ ഈ മന്ത്രവാദിയുടെ കയ്യിൽ കൊണ്ടേ കൊടുത്തിട്ട് പറയാണ്, നിങ്ങൾ എന്തെങ്കിലും മന്ത്രം ചൊല്ലി ഈ ഒരു മാജിക്കിനെ ഇതിനൊന്ന് റിവേഴ്സ് ചെയ്യുന്നു പറയാണ്. എന്നാൽ ഈ പൊട്ടൻ മന്ത്രവാദിക്ക് ഒരു തേങ്ങാക്കൊലി അറിയില്ല. ഇയാൾക്ക് ആകെ അറിയുന്നത് കുറച്ച് ടെക്നോളജി മാത്രമാണ്. ഇയാൾ കിടന്ന് ബബ്ബ കളിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ എൽഫബയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അവളുടെ ഉള്ളിൽ ആ ഒരു പവറിനെ ഇയാൾ ഉപയോഗിക്കുകയായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് എൽഫബയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതിന് കൂട്ടുനിന്നത് മേഡം മൊറിബിളും. കാരണം ഈ മേഡം മൊറിബിളും ഓസ് ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ ഈ മന്ത്രവാദിയും ഇവർക്ക് രണ്ടുപേർക്കും വേറെ എന്തൊക്കെയോ ചില പ്ലാനുകളുണ്ട്. എന്തായാലും ഇത് മനസ്സിലാക്കിയ എൽഫബ ഭയങ്കര ദേഷ്യത്തിൽ ആ പുസ്തകമായിട്ട് അവിടുന്ന് പോവാണ്. ഇതേ നേരം തന്നെ ഗ്ലിൻഡിയോട് മേഡം മൊറിബിൾ പറയാണ്, നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്തുതരാം, പക്ഷെ നിന്റെ കൂട്ടുകാരി ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരണം എന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ മേഡം മൊറിബിൾ പുറത്തുണ്ടായിരുന്ന ആ കുരങ്ങന്മാരുണ്ടല്ലോ, അവര് ചിറക് വന്ന വേദനയിൽ പെടഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈ കുരങ്ങുകൾ ഇവരുടെ കീഴിൽ ജോലി ചെയ്യുന്നതിന്റെ പ്രധാന കാരണം അവരുടെ ഫാമിലിയെ മുഴുവനും വിസാർഡ് ഓഫ് ഓസും അതുപോലെ തന്നെ മേഡം മൊറിബിളും പിടിച്ചു വെച്ചിരിക്കുകയാണ്. സോ ഇവർക്ക് ഇതല്ലാതെ വേറൊരു രക്ഷയില്ല. ഇപ്പൊ മേഡം മൊറിബിൾ ചെന്നിട്ട് പറയാണ്, മര്യാദക്ക് അവളെ ഇങ്ങോട്ടേക്ക് നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്നോ, അല്ലെങ്കിൽ അറിയാലോ എന്നെ. എന്തായാലും പറക്കാൻ ശേഷിയുള്ള ഈ കുരങ്ങുകൾ നമ്മുടെ
നമ്മുടെ എൽഫബയെ പിടിക്കാനായിട്ട് അവിടെ മുഴുവനും പറന്ന് പരിശോധിക്കുകയാണ്. ഇതേ നേരം തന്നെ എൽഫബ കുറെ ജനാലകളുള്ള ഒരു ഭാഗത്തോട് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ അതേ സമയത്തിന് ഈ കുരങ്ങുകൾ ഓരോ ജനലും തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് വരാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് ഗ്ലിൻഡ എത്തുന്നത്. ഇത് കണ്ട ഗ്ലിൻഡ അവളാകെ പേടിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഗ്ലിൻഡയും എൽഫബയും കൂടെ അവിടെ ഓടി രക്ഷപ്പെടുകയാണ്. അവരുടെ പിന്നാലെ തന്നെ ഇപ്പോ ഈ പറക്കുന്ന കുരങ്ങന്മാരുണ്ട്. അതുപോലെ തന്നെ വിസാർഡ് ഓഫ് ഓസ് അയാളുടെ മൈക്കിലൂടെ കൊട്ടാരം മുഴുവനായിട്ടും ഒരു സന്ദേശം കൊടുക്കുകയാണ്. അതായത് പച്ച നിറത്തിലുള്ള ഒരു മന്ത്രവാദി ഇവിടേക്ക് കടന്നിട്ടുണ്ട്, അത് നമ്മുടെ സുരക്ഷയെ ബാധിക്കും, എത്രയും പെട്ടെന്ന് തന്നെ അവളെ പിടിച്ചു കെട്ടാൻ വേണ്ടി പറയാണ്. ഇതേ നേരം ഗ്ലിൻഡയും അതുപോലെ തന്നെ എൽഫബ ഇവർ രണ്ടുപേരും കൂടെ പറക്കുന്ന വലിയൊരു ബലൂൺ ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കാണാണ്. രണ്ടുപേരും അതിൽ വേഗം കയറി അത് പതിയെ പതിയെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മുകളിൽ നിന്നും അതിന്റെ ആ ഒരു ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ ഷാർപ്പായിട്ടുള്ള ആ കമ്പികൾ ബലൂണിന്റെ മുകളിൽ തട്ടി ബലൂൺ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോഴേക്കും അതിൽ നിന്നും ചാടി രക്ഷപ്പെട്ട ഗ്ലിൻഡയും എൽഫബയും അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു റൂമിൽ പോയിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ ഗ്ലിൻഡ എൽഫബയോട് പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും പോയിട്ട് അവരോട് ക്ഷമ ചോദിക്കാം, നമുക്ക് രണ്ടുപേർക്ക് എന്തായാലും അവർക്കെതിരെയായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ഇത് അവരുടെ സ്ഥലമല്ലേ. എന്നാൽ എൽഫബ പറയാണ്, നിന്നെ പോലെ അവരെ കണ്ട് പേടിക്കാൻ എന്നെ കൊണ്ടാവില്ല, ആ പുസ്തകം ഇപ്പോഴും എന്റെ കയ്യിലാണ്. കുരങ്ങുകൾക്ക് ചിറക് കൊടുത്തതുപോലെ തന്നെ നമ്മൾക്ക് രണ്ടുപേർക്കും ചിറക് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് ഈ പുസ്തകത്തിൽ നോക്കി ചെയ്യാൻ കഴിയും. ചിറകുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പറന്ന് രക്ഷപ്പെട്ടു പോവാലോ. അങ്ങനെ നേരത്തെ ആ കുരങ്ങുകൾക്ക് ഉപയോഗിച്ച അതേ മന്ത്രം തന്നെ ഇപ്പൊ എൽഫബയും ഉപയോഗിക്കുകയാണ്. എന്നാൽ ആ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എൽഫബയ്ക്ക് ചിറകൊന്നും വരുന്നില്ല. ആ മന്ത്രം അവളുടെ ദേഹത്ത് ഏൽക്കുന്നില്ലായിരുന്നു. എന്നാൽ ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ചൂല് പതിയെ കിടന്ന് ഉരുളാൻ തുടങ്ങുന്നത്. കാരണം അവളുടെ ദേഹത്തെല്ലാം ആ മന്ത്രവാദം അത് അവിടെ ഉണ്ടായിരുന്ന ആ ചൂലിലായിരുന്നു. പതിയെ പതിയെ ആ ചൂല് എൽഫബയുടെ അടുത്തേക്ക് പാറി വരികയാണ്. അവൾ ആ ചൂലിൽ പിടിക്കുന്നുണ്ട്. ഇപ്പൊ എൽഫബയ്ക്ക് കാര്യം മനസ്സിലായി. എൽഫബ പറയാണ്, നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള വഴി കിട്ടി, അതായത് ഈ ചൂലിലാണ് നമ്മൾ ഇനി പറക്കാൻ പോകുന്നത്. ഇതേ നേരം തന്നെ ചിരിച്ചുകൊണ്ട് ഗ്ലിൻഡ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കറുത്ത തുണിയെടുത്ത് ഇപ്പൊ നമ്മുടെ എൽഫബയ്ക്ക് കെട്ടിക്കൊടുക്കുകയാണ്. ഇത് നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ നിന്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയ വിസാർഡ് ഓഫ് ഓസിന്റെ പട്ടാളക്കാരിപ്പോ ഗ്ലിൻഡയെ പിടിച്ചു കെട്ടുകയാണ്. ഈ സമയത്ത് ഗ്ലിൻഡ എൽഫബയോട് പറയാണ്, ഇവരെന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, പക്ഷെ എൽഫബ നീ രക്ഷപ്പെട്ടു എന്ന് പറയാണ്. അതേ നേരം തന്നെ എൽഫബ ഗ്ലിൻഡയോട് യാത്ര പറഞ്ഞ് ആ ചൂലുമായിട്ട് ആ ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരൊറ്റ ചാടാണ്. ആ ചൂലും അതുപോലെ തന്നെ അവളും അവിടുത്തെ ചെല്ല് തകർത്ത് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ നിന്നും ആ ഒരു ചൂല് വിട്ടുപോകുന്നുണ്ട്. സോ അവൾക്ക് പറക്കാൻ കഴിയുന്നില്ല, താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ആ ചെറിയ സമയത്തിൽ അവളുടെ ചെറിയ പ്രായത്തിൽ അവൾ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ അവളുടെ ഉള്ളിലേക്ക് അങ്ങനെ വരുന്നുണ്ട്. എല്ലാം അവളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. എന്നാലുണ്ടല്ലോ അവസാനം അവൾ താഴേക്ക് എത്താൻ നേരത്ത് ആ ചൂലിൽ അവൾക്ക് പിടുത്തം കിട്ടുന്നുണ്ട്. അതിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവളൊരു കാട്ടു മന്ത്രവാദിയെ പോലെ തന്നെ ആ ചൂലിൽ കയറി പാറി വരുന്നുണ്ട്. ആ പട്ടാളക്കാരുടെ നേർക്ക് പൊന്തി വന്നിട്ട് അവൾ പറയാണ്, എന്നെ പിടിക്കാൻ പറ്റിയെങ്കിൽ പിടിക്കടാ, ഞാൻ എന്റെ യാത്ര തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പറന്നു പോവാണ്. പക്ഷെ എൽഫബ പോയി കഴിഞ്ഞപ്പോൾ ഗ്ലിൻഡയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടാവുകയാണ്. എന്തായാലും അവൾ ഇപ്പോൾ ഉള്ളത് മേഡം മൊറിബിളിന്റെ കയ്യിലാണ്. ഇതേ സമയം തന്നെ ആ നഗരത്തിൽ ഒരു വാർത്ത വല്ലാതെ സ്പ്രെഡ് ആവുന്നുണ്ട്. അതായത് ഇവരുടെ നഗരത്തിനെ തകർക്കാനായിട്ട് വന്ന ഒരു ദുർമന്ത്രവാദിയായിരുന്നു പച്ച നിറത്തിലുള്ള എൽഫബ. കൊടൂരിയായിട്ടുള്ള ദുഷ്ടയായിട്ടുള്ള ഒരു മന്ത്രവാദിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കള്ള വാർത്ത അവിടെ മുഴുവനായിട്ടും പ്രചരിപ്പിക്കുകയാണ് ഇവര്. അതുപോലെ തന്നെ അവളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്നുള്ള കള്ള വാർത്ത ഇവര് പടർത്തുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ എൽഫബയാണെങ്കിൽ അവളുടെ യാത്ര അത് അവൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇത് ഇവിടെ തീരുന്നത്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. ശരിക്കും ഇനി എൽഫബ മരിച്ചിട്ടുണ്ടാവോ? അതുപോലെ തന്നെ സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടതുപോലെ ഗ്ലിൻഡ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫേരി മന്ത്രവാദിയായിട്ട് മാറിയിട്ടുണ്ടോ? അവൾക്ക് അതിനുള്ള കഴിവൊക്കെ എവിടുന്നാ കിട്ടിയത്? അതുപോലെ തന്നെ മേഡം മൊറിബിൾ, വിസാർഡ് ഓഫ് ഓസ് ഇവരൊന്നും എൽഫബയെ അങ്ങനെ അങ്ങോട്ട് വിടാൻ പോകുന്നില്ല. ഇതെല്ലാം നമുക്ക് ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിലൂടെ മനസ്സിലാക്കാം. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ 1000 കമന്റും 7000 ലൈക്കും ഈ വീഡിയോക്ക് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 3 days ഇതിന്റെ അടുത്ത ഭാഗം ഞാൻ പറഞ്ഞിരിക്കും. അതുകൊണ്ട് ഇതിന്റെ രണ്ടാം ഭാഗം വേണ്ടവര് എന്തായാലും കമന്റ് ഇടുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് വീണ്ടും കാണാം. ഓക്കെ, ബൈ.